ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നല്ല ശീലങ്ങളും നല്ല മൂല്യങ്ങളും. ഈ തപസ് കാലത്ത് നമുക്ക് നല്ല മൂല്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ വേണ്ട മൂല്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ടൊന്ന് ശ്രമിക്കാം. നമ്മൾ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ജലം ഉപയോഗിക്കുന്നവരാണ്. ജലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് ഒഴുകും, എന്നാൽ ആ ജലം മുകളിലോട്ട് ഒഴുകുവാനായിട്ട് അതിന് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ജലം എപ്പോഴും, വെള്ളം എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഞാൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വെള്ളം തിളപ്പിക്കണം. അപ്പോൾ വെള്ളം തിളപ്പിക്കുവാനായിട്ട് ഞാൻ സ്റ്റവിലോട്ട് വെക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ്. നമ്മൾ വെള്ളം വെക്കുമ്പോൾ, വെള്ളം വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളത്തിനൊരു അനക്കം സംഭവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, കുറച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രമൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിനൊരു അനക്കം സംഭവിക്കുന്നതായിട്ട്, ആടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത്, ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ നീരാവിയായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് നമുക്കൊന്ന് താരതമ്യം ചെയ്യുവാനായിട്ടൊന്ന് ശ്രമിക്കാം. ഈ വെള്ളത്തിന് അനക്കം സംഭവിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവത്തോട് അടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ അനക്കം സംഭവിക്കുക, നമ്മുടെ പശ്ചാത്താപം ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനോട് അടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപം ഉണ്ടാകുക, അതാണ് ഈ അനക്കം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളം തിളച്ചു വരുമ്പോൾ ഇങ്ങനെ പാത്രം ഇങ്ങനെ ആടുന്നതായിട്ട് കാണാം. ഈ ആടുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ആ തെറ്റുകൾ, ആ മോശം ചിന്താഗതികൾ നമ്മൾ പാടെ ഉപേക്ഷിക്കുവാനായിട്ട്, അത് കുടഞ്ഞു കളയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ആ ഒരു ആട്ടം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. മൂന്നാമത്, അത് നമ്മൾ വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം. നമ്മൾ ദൈവസ്നേഹത്തോട് അടുക്കുവാനായിട്ട് നമ്മൾ ഉയർന്നു പൊങ്ങിക്കൊണ്ട് ആ ദൈവസ്നേഹത്തിലേക്ക് അടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ജോയൽ പ്രവാചകനോട് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: തൻ്റെ ജനത്തോട് പറയുക, ഇപ്പോഴെങ്കിലും നിങ്ങൾ അനുതപിച്ചുകൊണ്ട് വിലാപത്തോടുകൂടി ഉപവസിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട്. പ്രിയ സഹോദരൻ, ഈ തപസ് കാലം നമ്മൾ ദൈവത്തോട് അടുക്കുവാനായിട്ട്, നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കുവാനായിട്ട് നമ്മൾ പശ്ചാത്തപിക്കുകയും, അതുപോലെ നമ്മുടെ ആ മോശമായിട്ടുള്ള ചിന്താഗതികൾ, മോശമായിട്ടുള്ള ശീലങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് ഈ തപസ്സുകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.